എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോ എങ്ങനെ വൈറലാക്കാം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ ചാനലധികം വ്യൂസ് ഒന്നും ഇല്ല, പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു ചാനൽ ഒരു സെക്കൻഡ് ചാനൽ പോലെ തുടങ്ങിയിരിക്കുന്നതാണ്. എനിക്ക് വേറൊരു ചാനലുണ്ട്, 1,50,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലുണ്ട്. അതിൽ മില്യൺ കണക്കിന് വ്യൂസൊക്കെ ഓരോ ഷോർട്സിനും വരാറുള്ളതാണ്. അപ്പം അതിലൂടെ ഞാൻ എങ്ങനെയാണ് അത്ര വ്യൂസിനെ നേടിയെടുത്തതെന്നാണ് എനിക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊരു സെക്കൻഡ് ചാനൽ ആയതുകൊണ്ട് ഇതും കുറേ നാളായി തുടങ്ങി. എന്നാലും ഞാൻ ഈ ഒരു അടുത്തിടെയായിട്ടാണ് ഞാൻ ഇതിൽ ആക്റ്റീവായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഫോളോ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്താണോ ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ചാനലിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതേപോലെ നിങ്ങളുടെ എല്ലാ ചാനലിലും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസ് ആയിട്ട് നമുക്കൊരു വരുമാനം നേടാൻ സാധിക്കും കേട്ടോ. അപ്പം ഞാൻ ഒന്നാമത് ഞാൻ ചെയ്തത് നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ എടുത്തു. ആദ്യമൊക്കെ എനിക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഏതെങ്കിലുമൊക്കെ ആംഗിളിൽ നിന്നൊരു ഷൂട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര വലിയ വ്യൂസൊന്നും വരാൻ തുടങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വ്യൂസ് വരുമെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു മൊബൈലൊക്കെ വാങ്ങിയിട്ട് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് നല്ല വ്യൂസൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിലൊന്നാമത്തെ ഘടകമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ ഇടുക. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ ഇതേ സെയിം ചാനൽ തന്നെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സെയിം വീഡിയോ തന്നെ ചെയ്യുന്നവരുണ്ട്. അപ്പം കാണുന്ന ആൾക്കാരെ നമ്മുടെ ക്ലാരിറ്റി കുറഞ്ഞ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ ആരും തയ്യാറാവുമല്ലോ, നമ്മളാണെങ്കിൽ പോലും തയ്യാറാവുമല്ലോ. അപ്പോൾ അതിനേക്കാളും നല്ല വീഡിയോ, ഈ ഒരു കണ്ടന്റ് തന്നെ നല്ല വീഡിയോ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മുടെ ഈ ക്വാളിറ്റി കുറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് കാണാനില്ലാത്ത സുഖമില്ലാത്തൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കളഞ്ഞിച്ച് അവർ അടുത്ത വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്താ, നമ്മുടെ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് കുറച്ച് ചിട്ടിട്ട് പോകുമ്പോൾ നമ്മളുടെ വീഡിയോ ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം മനസ്സിലാക്കുന്നത് നമ്മുടെ വീഡിയോ കൊള്ളുവില്ലാഞ്ഞിട്ട് അത് ഇട്ടിട്ട് നല്ല വീഡിയോയിലേക്ക് പോയത്. അതുകൊണ്ട് യൂട്യൂബ് റെക്കമെൻഡേഷനിലേക്ക് വിടുകയല്ല. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് അത് നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകാൻ തുടങ്ങും. അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു വീഡിയോ ഉണ്ടാക്കി ഇടുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലാണ് നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് ഗ്രോ ആകാൻ തുടങ്ങി. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചത് യൂട്യൂബിൽ സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമ്മൾ നല്ല കീവേഡുകളും നല്ല ഹാഷ്ടാഗുകളും വേണമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെയെല്ലാം നല്ല കീവേഡുകളും നല്ല ഹാഷ്ടാഗുകളും ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാൻ തുടങ്ങി. അപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല ടൈറ്റിലും കൊടുത്തു. ടൈറ്റിൽ എഴുതുമ്പോഴും എല്ലാവരും വായിച്ചു നോക്കിയിട്ടല്ലേ ടൈറ്റിൽ. അപ്പോൾ നമ്മളാണെങ്കിലും ഒരു വീഡിയോ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ടൈറ്റിൽ തന്നെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കി നമുക്ക് ആവശ്യമുള്ളതാണല്ലേ നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഒരു ചുരിദാറിൻ്റെ ആണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമുള്ളതാണോ ആകുന്ന രീതിയിൽ നമ്മളൊന്ന് ടൈറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണും. അപ്പം കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടൈറ്റിൽ നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടൈറ്റിൽ കൊടുക്കുക. നമ്മുടെ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള കീവേഡുകളും അതേപോലെ ഹാഷ്ടാഗുകളും കൊടുക്കുക. അപ്പോൾ ഇത്ര മനസ്സിലായില്ലേ. ഇനി മൂന്നാമത് ഞാൻ ശ്രദ്ധിച്ച കാര്യം, നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ഉള്ളിൽ എന്താണെന്ന് ആദ്യം ആരും ശ്രദ്ധിക്കുക, നമ്മുടെ തമ്പനയിലാണ് ശ്രദ്ധിക്കുന്നത്. തമ്പനയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും വീഡിയോ കാണുന്നതിന് മുന്നേ അവരിങ്ങനെ അതിൻ്റെ പുറത്ത് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. നമ്മളത് വായിച്ച് നോക്കിയിട്ടില്ല അത് ക്ലിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ ഒരു പടം കണ്ടിട്ട് ആരും ക്ലിക്ക് ചെയ്യില്ല. അവർക്ക് ആവശ്യമായത് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നല്ല എഴുത്തും അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന എഴുത്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് നോക്കിയിട്ട് ഇത് നല്ല വീഡിയോ ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തമ്പനയിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യാതെ പോകരുത്. അപ്പം അത്ര നല്ലൊരു തമ്പനയിൽ നമുക്കുണ്ടായിരിക്കണം. പിന്നെ തമ്പനയിൽ നല്ലതായി ആണെന്ന് വിചാരിച്ചാൽ നമ്മുടെ തമ്പനയിൽ നമ്മൾ സെറ്റായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേച്ച് അത് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വീഡിയോ കാശിന് കൊള്ളാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ വ്യൂവർ അത് ഇട്ടിട്ട് വേറെ വീഡിയോയിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് നമ്മുടെ തമ്പനയിൽ നല്ലതായിട്ട് നമ്മൾ വീഡിയോ മോശമായിട്ട് ഇട്ടതുകൊണ്ട് പ്രയോജനമില്ല. ക്ലിക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. അപ്പോൾ തമ്പനയിൽ നല്ലതായിരിക്കണം, അതോടൊപ്പം തന്നെ വീഡിയോയും നല്ലതായിരിക്കണം. നമ്മുടെ ഷോർട്സിനും അതേപോലെ നമ്മുടെ ലോങ് വീഡിയോയ്ക്കും നല്ല രീതിയിൽ തമ്പനയിൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ.
ഷോർട്സിൻ്റെ അകത്തും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. തമ്പനയിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടാണെങ്കിലും നമ്മൾ വീഡിയോയിലൂടെ ആഡ് ചെയ്തിട്ട് ആ ഫോട്ടോ നമുക്ക് തമ്പനയിലായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ പതിയെ പതിയെ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പഴയ ചാനലിൽ എങ്ങനെ സക്സസ് ആയോ അത് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇതിലൂടെ പറഞ്ഞു തരാം കേട്ടോ. അതേ ഫോളോ ചെയ്യണം, എനിക്കറിയാം നിങ്ങൾക്കും അതേപോലെ നമ്മളുടെ വിജയങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.